നിങ്ങൾ ഇപ്പോ ഈ കാണിക്കുന്ന പ്രവണതയുണ്ടല്ലോ, സീനിയറായ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇത് അച്ചടക്ക ലംഘനമായിട്ട് പാർട്ടി കണക്കാക്കും. അത്തരം അച്ചടക്ക ലംഘനം കാണിച്ചാൽ പാർട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് അറിയാമല്ലോ. പാർട്ടി അത് പഠിപ്പിക്കുകയും ചെയ്യും. മറ്റേ ആ അമൃതംപൊടി കേസിലേ സസ്പെൻഷൻ കിട്ടിയതൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അല്ല, അത് ഞാൻ തെളിയിച്ചിരുന്നല്ലോ. എന്ത് കാര്യം സസ്പെൻഷൻ കിട്ടിയില്ലേ? ചതിയായിരുന്നു. എന്തിനാണ് മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ ചതിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നത്? ബോധവും ഇല്ല, പൊക്കണവും ഇല്ല, നടക്കുക. പാർട്ടി പ്രവർത്തകനാണ്, ഒരു നാട് നന്നാക്കുക. ഷോ, ഇവിടെ എങ്ങനെ ഈ പാർട്ടി നന്നാവുന്നു എനിക്ക് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് വരാം. മിസ്റ്റർ പങ്കജാക്ഷൻ അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയല്ല. എനിക്ക് പറയാണ്ട് മാഡം. കേട്ടോ, നമ്മൾ ഈ നടത്തുന്ന മാർച്ച് ഒരു കാര്യമില്ലാത്തതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യണം മാഡം? ഭരണപക്ഷത്തുള്ളവർ അങ്ങനെ പലതും പറയും കാട്ടും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഭരണപക്ഷത്തുള്ളവരല്ല മാഡം, നമ്മുടെ കൂടുതലുള്ളവരാ. ഓ, വർഗവഞ്ചകന്മാര്. മിസ്റ്റർ സതീഷ്, ഒരു കാര്യം ചെയ്. പിന്നിൽ നിന്ന് കുത്തുന്നവർ എന്നും പറഞ്ഞ് ഇവരെ കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ട് നമ്മുടെ സൈബർ വിങ്ങിന് അയച്ചു കൊടുക്ക്. ബാക്കി കാര്യങ്ങൾ അവര് ചെയ്തോളും. ശരിക്കും പറഞ്ഞ കറക്റ്റ് പ്രയോഗം പിന്നിൽ നിന്ന് കുത്തുന്നവരെന്നല്ല, തോളത്തിരുന്ന് ചെവി എന്നുന്നവർ, അങ്ങനെ പറയണം മാഡം. മിസ്റ്റർ പങ്കജാക്ഷൻ, അച്ചടക്ക ലംഘനം. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ മാർച്ച് ഒന്ന് പൊളിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മാഡം. അത് പാർട്ടിക്ക് അകത്തുണ്ട് പുറത്തുണ്ട്. അവരൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. മിസ്റ്റർ പങ്കജാക്ഷൻ, ഇത് നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള 10 പേര് തികച്ചിരിക്കാനില്ലാത്ത ആളൊഴിഞ്ഞ കസേരകളുള്ള സമരമല്ല ഇത്. നാഷണൽ പൊളിറ്റിക്സ് അരച്ച് കലക്കി കുടിച്ച ഈ സാറാമ്മയുടെ പൊളിറ്റിക്കൽ മൂവാ. അത് പരാജയപ്പെടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സത്യം പറഞ്ഞ കളക്ടറേറ്റിൽ വേറെ 2 പാർട്ടിക്കാർ സമരം പ്ലാൻ ചെയ്തതാ. പിന്നെ സാറാമ്മ മേഡത്തിന്റെ ജനസമ്മതി മാത്രം മാനിച്ച് അവർ ഡേറ്റ് മാറ്റി. കണ്ടോ, ഇപ്പൊ തന്നെ നമ്മുടെ സമരം വിജയിച്ചു. അല്ല, ഇത് സാറാ മേഡത്തിന്റെ മാത്രം വിജയമല്ല, നമ്മുടെ ഓരോ പാർട്ടി പ്രവർത്തകരുടെയും വിജയമാണ്. അതെ, അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ പങ്കജാക്ഷൻ? അതെ. പിന്നെ നമുക്ക് ചില സുപ്രധാന കാര്യങ്ങൾ കൂടെ തീരുമാനിക്കേണ്ടതുണ്ട്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ടോ, സ്ത്രീകൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കണ്ടോ, അഭിപ്രായം പറയാൻ വരുന്നത് കണ്ടോ. പറഞ്ഞോളൂ, സ്ത്രീകൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ പ്രധാന അജണ്ട. പറഞ്ഞോളൂ, സീതാലക്ഷ്മി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഊണ് കാലായി. അല്ല, ഇനിയുള്ള ചർച്ചയൊക്കെ ഊണ് കഴിച്ചിട്ടാവാം. ഇതാണോ പറയാൻ വന്നത്? അതെ. മിസ്റ്റർ പങ്കജാക്ഷന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഊണ് കഴിച്ചിട്ടാവാം. വേണമെങ്കിൽ ആവാല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ബാക്കി ചർച്ച നമുക്ക് ഊണ് കഴിച്ചിട്ടാവാം. അതെ, ഊണ് ഞാൻ വന്നിട്ട് വേണം വിളമ്പിത്തരാൻ. ഓടണ്ട. ഞാൻ പറഞ്ഞത് വല്ല തെറ്റുണ്ടോ നോക്കി. ഇല്ല. ഊണ് കഴിക്കാൻ പോകും. വരുന്നില്ലേ? വരുവാ. മോളെ അതെടുത്തോ. വാടാ. എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇങ്ങ വന്നേ. ഇവിടെ നിൽക്ക്. അല്ല, ഊണ് തരാനെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ടേ ഇതിനകത്താണ് ഊണ് തരുന്നേ? അയ്യോ, ഊണ് ഇവിടെയല്ല, ഊണ് അപ്പുറത്താ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോട്ടെ? പറഞ്ഞു. സാറാമ്മയ്ക്ക് ഒന്നും തോന്നുന്നില്ലല്ലോ? എനിക്കെന്ത് തോന്നാൻ? പറഞ്ഞു. സാറാമ്മയെ കാണാൻ നല്ല സുന്ദരിയാ. എന്തേ? അത് പറയാനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അയ്യോ, അത് പറയാനല്ല, വേറൊരു കാര്യം കൂടി പറയാനാ. പറഞ്ഞു. നല്ല ഭംഗിയുണ്ടെങ്കിലേ ഒരു കുറവുണ്ട്. എന്താ? ഒരു പൊട്ട്. എന്താ, സാറാമ്മ പൊട്ട് വെക്കത്തില്ലേ? വെക്കാറുണ്ട് വല്ലപ്പോഴും. പിന്നെ നമ്മൾ ഈ പൊതുപ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും നേരം കിട്ടത്തില്ല. തന്നെ ഈ പൊട്ടെന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളൊരു വസ്തുവായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കിപ്പോൾ ആരെ ആകർഷിക്കാനൊന്നുമില്ല. അയ്യോ, അതങ്ങനെയല്ല. ഒരു പൊട്ടും കൂടെ വെച്ചോണ്ടല്ലോ, എന്തൊരു ഭംഗിയായിരിക്കും. എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാട്ടോ. അങ്ങനെ പറയല്ലേ സാറാമ്മ, എന്റെ സന്തോഷത്തിന് ഞാൻ ഒരു പൊട്ട് വെച്ച് തന്നോട്ടെ. വേണ്ട. അയ്യോ, അങ്ങനെ പറയാതെ എനിക്കൊന്ന് കാണാനുള്ള കൊതി കൊണ്ടാ. ശരി എന്നാ. ഇരിക്കട്ടെ, പൊന്നും കൂടത്തിനൊരു പൊട്ട്. അയ്യോ, ഒന്ന് നോക്കിയേ.
എന്തൊരു ഭംഗിയാന്ന്. സന്തോഷായോ? സന്തോഷായി. നല്ല രസമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോറ് എടുത്ത് വെക്കട്ടെ, വേഗം അങ്ങോട്ട് വാ. എന്നിട്ട് വിളിക്കാവേ. അയ്യേ അല്ലേ, വേണ്ട. അവരൊരു സന്തോഷത്തിന് കുത്തി തന്നതല്ലേ, ഇരിക്കട്ടെ. കേട്ടോ സീതാലക്ഷ്മി അമ്മേ, ഡൽഹിയിലായിരുന്നപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇതുപോലൊരു നല്ല സദ്യ. അവിടെ കേരള ഹോട്ടലൊന്നുമില്ല? ഹോട്ടലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഒരു രുചിയൊന്നും കിട്ടുകയല്ലോ. അത് ശരിയാ. അല്ല, സംഗതി എന്തായാലേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലാണ്ട് വെച്ചേ ഊണ് അസലായിണ്ട്. അല്ല പങ്കജാശ, നല്ല സദ്യ കഴിച്ചിട്ടേ എല്ലാരും കിടന്ന് ഉറങ്ങിപ്പോവോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാ. ഷാഹിന, ആ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കോളെ. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ, പറഞ്ഞിട്ട് വേണോ? കേട്ടോ പങ്കജാഷൻ, നാളത്തെ മീഡിയ കവറേജിന്റെ കാര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടില്ലേ? പിന്നെ വലിയ ചാനലുകളും ചെറിയ ഓൺലൈൻ ചാനലുകളും ഒക്കെ അവിടെ നമ്മുടെ കളക്ടറേറ്റിലെത്തും. ഭരണപക്ഷം എന്തായാലും വെറുതെ ഇരിക്കില്ല കേട്ടോ. ഈ പ്രതിഷേധ മാർച്ച് ഒഴിവാക്കാൻ സാറാമ്മയായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭരണപക്ഷത്തിന്റെ ഒരു വക്താവ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഈ സാറാമ്മ കിട്ടുകയില്ല. ഞാനത് അപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഈ സാറാമ്മയുമായിട്ട് സംസാരിച്ചിട്ട് നാറാൻ നിൽക്കണ്ടത്. അത് കലക്കി അമ്മാവ. സാറാമ്മയുടെ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് അവര് മനസ്സിലാക്കട്ടെ. ഷാഹിന, സാറാമ്മയ്ക്ക് മോരൊഴിച്ചു കൊടുക്ക്. ഇത് കണ്ടില്ലേ, കറിയൊന്നുമില്ല. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? ഒക്കെ ഞാൻ പറഞ്ഞു തരണോ? ഒഴിച്ചു കൊടുക്ക്. ഒന്നും അറിയില്ലേ, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം. ഒന്നും വിചാരിക്കരുത് കേട്ടാ. മിസ്റ്റർ പങ്കജാശൻ, നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പ്രതികരണശേഷി ഇല്ലായ്മ. ആരെന്ത് പറഞ്ഞാലും അത് അതേപോലെ കണ്ണടച്ചങ്ങ് അനുസരിക്കും അല്ലേ? ഷാഹിനിക്ക് അറിയാമോ ഇത്? ഇല്ല, അറിവില്ലായ്മയാണ് പ്രശ്നം. കുറച്ചും കൂടി ചോറിടട്ടെ? അയ്യോ മതി. ഷാഹിന, ചോദിച്ച് ഇട്ട് കൊടുക്കണ്ടേ? നീ എന്താ നോക്കി നിക്കണേ? ചോറിടട്ടെ മാഡം? വേണ്ട കുഞ്ഞെ, മതി 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 മതിയായി. ഞാൻ നിർത്തുകയാണേ. അയ്യോ, എല്ലാം എടുക്കണ്ട, എല്ലാം എടുക്കണ്ട. ഷാഹിന എടുത്തോളൂ. അല്ലല്ല, ഞാൻ എടുത്തോളാം. ഇല്ല, ഷാഹിന എടുത്തോളൂ. എടുക്കൂ ഷാഹിന. വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ കൊണ്ട് കളഞ്ഞോളാം. ഞാൻ എടുത്തോളാം മാഡം. ഷാഹിന, നേരത്തെ പാർട്ടിക്കാര് കഴിച്ച ഇലയൊക്കെ എവിടെ കൊണ്ടുവച്ചു? അത് പുറകില് വെച്ചിട്ടുണ്ടമ്മ. എന്ത് പണിയാ കാണിച്ചേ? അതാ പുറത്തേക്ക് കൊണ്ട് കളയണ്ടേ? അതിന്റെ കൂടെ ഇതും കൂടി കൊണ്ട് കളയി. ഞാൻ കളഞ്ഞോളാം. ഞാൻ എടുത്തോളാം ഇതൊക്കെ. അല്ല മാഡം, ഞാൻ എടുത്തോളാം. ഇല്ല, ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെ എടുക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ശീലം. അയ്യോ, അതൊന്നും ഇവിടെ പതിവില്ല. അത് ഞാൻ തന്നെ എടുത്തോളാം. അവളെടുത്തോളൂ, അവളെടുത്തോളൂ. അവിടെ വെച്ചോളൂ. സാറാമ്മ എഴുന്നേറ്റോ? ശരി, എഴുന്നേക്കട്ടെ. ഇതും കൂടാവോ? നോക്കി നിൽക്കാതെ ഇല എടുത്ത് മാറ്റി കൂട്ടി. എടാ മേഡം, ഇത് ഒരുപാട് പഴക്കമുള്ളൊരു വീടാ. അളിയന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള വീടാ. അത്ര പഴക്കമുണ്ട്. കുറെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനുജന്മാർക്കൊക്കെ ഇത് കൊടുത്തു. പിന്നെ ഏറ്റവും താഴെയുള്ള ആൾ അളിയനായതുകൊണ്ട് അളിയന്റെ കയ്യിൽ വന്നു തറവാടും ഈ സ്ഥലമൊക്കെ. അങ്ങനെ നല്ല പഴക്കമുള്ള. അളിയനറിയില്ലേ? അല്ല, അറിയോ? അറിയില്ലേ? കണ്ടല്ലോ, വല്ലമണ്ണല്ലേ? അറിയാം. ആള് ഒരുപാട് നാടകങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി. നമ്മുടെ അല്ലേ? അളിയനപ്പോ ഏത് പാർട്ടിയാ? അളിയൻ ഏത് പാർട്ടിയാന്ന് ചോദിച്ചാൽ പാർട്ടി ഇഷ്ടാണ് ആൾക്ക്. എന്ത് ഇഷ്ടപ്പെടാതെ? ടീ പാർട്ടിയാ? അല്ല, എതിർപ്പില്ല നമ്മുടെ പാർട്ടിനോട്.
ചുരുക്കം പറഞ്ഞ അളിയന്റെ പാർട്ടി ഏതാന്നുള്ളത് മിസ്റ്റർ പങ്കജാക്ഷൻ അറിയില്ല. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒന്നും ചോദിക്കണ പരിപാടി. എന്താണ് മിസ്റ്റർ പങ്കജാക്ഷൻ, നിങ്ങൾ ഒരു കൂരയ്ക്കകത്ത് കഴിയുന്നവരല്ലേ അല്ലേ? ഈ ആളാണ് നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത് അല്ലേ? അപ്പൊ മിസ്റ്റർ പങ്കജാക്ഷൻ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇന്ന് വൈകുന്നേരത്തിനകത്ത് നിങ്ങളുടെ അളിയന്റെ പാർട്ടി ഏതാന്നുള്ളത് കണ്ടുപിടിച്ച് എന്റെ അടുത്ത് പറയാം. പറയണം. ആ, എന്തോ അളിയന്റെ പാർട്ടി ഏതാന്ന് പോലും അറിയാൻ മേലാതെ നടക്കാം നാട് നന്നാക്കാൻ. വെറുതെ അല്ല ഇവിടെ പാർട്ടി വളരാത്തത്. ഇങ്ങനെയുള്ളൊരു വേണ്ട എന്ന് വിചാരിച്ചിട്ടേ, നല്ല ഇതുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നവര് വേണമല്ലോ വെച്ചിട്ട് അങ്ങനെയുള്ളൊരിടത്താണ് നമ്മൾ ഇതിന്റെ പറയല്. നിങ്ങൾ എന്തൊക്കെയാണ് മിസ്റ്റർ പങ്കജാക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിൽക്കുമായിരുന്നോ? ചേച്ചി നമ്മുടെ പാർട്ടിയാ. എനിക്ക് അങ്ങനെ പാർട്ടിയൊന്നും ചില സമയത്ത് ഇങ്ങനെ തമാശകളൊക്കെ പറയും. അല്ലടാ, എനിക്ക് പാർട്ടി ഇല്ലല്ലോ. വോട്ട് ചെയ്യാൻ നമ്മുടെ പാർട്ടിക്കാ, എന്നിട്ട് വഴക്കുടുമ്പോ മാത്രം അങ്ങനെ ഓരോന്ന് പറയേ. ഞാൻ വോട്ട് ചെയ്യാൻ തന്നെ പോവാറില്ല. ഇത് പായസം കുടിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ മധുരം കഴിക്കത്തില്ല. അയ്യോ അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ സാറാമ്മയ്ക്ക് വേണ്ടിട്ട്. കുടിക്കണം. തന്നോളൂ, ഞാൻ കുടിച്ചോളാം. കുറച്ച് മധുരം കൂടുതലാ. ആണോ? ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞ രണ്ടാമത് മധുരം ഇടണ്ടാന്ന്. ഏത് പെണ്ണിനോട്? ആ ഷാഹിനോടെ. മരുമകള്. അല്ല സീതാലക്ഷ്മി അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കോ? അയ്യോ, എന്ത് തെറ്റിദ്ധാരണ? എന്ത് വേണമെങ്കിലും ചോദിക്കാലോ സാറാമ്മയ്ക്ക്. ഈ വീടും പറമ്പും വേണോ? അതും ഞാൻ തരും. എനിക്കത് വേണ്ട. അതല്ല ഞാൻ ചോദിക്കാൻ വന്നേ. സീതാലക്ഷ്മി അമ്മയുടെയും ബലരാമേട്ടന്റെയും കല്യാണമേ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ? അയ്യോ മേഡം, ഇത് ലവ് മാരേജ്. അയ്യോ, എന്തൊക്കെ പുകയിലുണ്ടാക്കിയ വിവാഹമായിരുന്നു ഇവരുടെ. ഈ നാടിന് പ്രകമ്പനം കൊള്ളിച്ചില്ലേ? ചേച്ചി അളിയന്റെ കൂടെ ചാടി പോന്നതാ. അന്ന് ഞാൻ ചെറുതാ. എനിക്ക് ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. സീതാലക്ഷ്മി അമ്മയുടെയും ബലരാമേട്ടന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടുത്തെ അമ്മായിയമ്മ എങ്ങനെയായിരുന്നു ഇടപെടലൊക്കെ? അമ്മായിയമ്മ അല്ല, തെറ്റിദ്ധരിക്കണ്ട, വേറൊന്നും കൊണ്ടല്ല. ഞാനിങ്ങനെ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കുശലാന്വേഷണങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ. അയ്യോ, അമ്മ ഭയങ്കര നല്ല സ്ത്രീയായിരുന്നു. എന്നെ വലിയ സ്നേഹമായിരുന്നു. മരിക്കുന്നവരെ മുഖം കറുപ്പിച്ച ഒരു അക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറയും. അയ്യോ, അതെ, ഞാൻ മധുരം അധികം കഴിക്കാത്ത ആളെ നേരത്തെ പറഞ്ഞല്ലോ. മതി കേട്ടോ, നല്ലായിരുന്നു, നന്നായിരുന്നു. കുറച്ചും കൂടി കഴിക്കാം. അയ്യോ, പറ്റാത്തോണ്ടാ. മതി. ഷാഹിന, ഷാഹിന, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? ഇങ്ങോട്ട് വാ. എന്താ? സാറാമ്മയ്ക്ക് പായസം മതിന്ന്. നീ ആ ഗ്ലാസ് മേടിച്ച് അടുക്കളയിൽ കൊണ്ടുവച്ചേ. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഗ്ലാസ് നിങ്ങളകത്ത് കൊണ്ട് വെച്ചാൽ നിങ്ങളുടെ കയ്യിലെ വള ഊരി പോവോ? അല്ല, ഞാൻ വന്നപ്പോ മുതൽ കാണുക എന്തിനും ഒരു ഷാഹിന. ഊണ് വിളമ്പണമെങ്കിൽ ഷാഹിന, മോരൊഴിക്കണമെങ്കിൽ ഷാഹിന, ഇലയെടുത്ത് കളയണമെങ്കിൽ ഷാഹിന, ഈ ഗ്ലാസ് കൊണ്ടകത്ത് വെക്കാൻ ഷാഹിന. ഇവിടെ ഷാഹിന അല്ലാതെ വേറെ ഒരു ജോലി ആരും ഒന്നും ചെയ്യാറില്ലേ? അല്ല, സീതാലക്ഷ്മി അമ്മ ഇവിടെ നിങ്ങൾ പങ്കജാക്ഷന്റെ കൂടെ വെക്കാമല്ലോ, ഇല്ലേ? ഈ വീട്ടിൽ എന്താണ് ഇങ്ങനെ? അതിപ്പോ ഒരു വീടാവുമ്പോ അങ്ങനെയല്ലേ അതിന്റെ രീതി? അല്ല, വീടാവുമ്പോ ഇങ്ങനെ അല്ല രീതികൾ. ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഒരു വീട്ടിലെ പണി എല്ലാരും കൂടെ ചേർന്നാണ് എടുക്കേണ്ടത്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഇല്ല. ഇവിടെ ഒരു പെണ്ണ് മാത്രം എല്ലാ ജോലിയും ചെയ്യാം. ഞാൻ വന്നപ്പോൾ മുതൽ ഇത് കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു രീതികളൊക്കെ ഇങ്ങനെയാണ്. ആ രീതികൾ മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സ്ത്രീ തന്നെ സ്ത്രീയുടെ ശത്രു ആവാൻ പാടില്ല. എന്ത് പാരമ്പര്യം? ഒരാളെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നോ? അതാണോ പാരമ്പര്യം? അതെ, ഈ വീട്ടിൽ എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് മാറ്റിമറിക്കാനായിട്ട് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്ത് വർത്താണ് മിസ്റ്റർ സീതാലക്ഷ്മി നിങ്ങൾ ആ പറയുന്നത്? ദിസ് ഇസ് നോട്ട് ഫെയർ. ഓക്കേ എന്തൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പെണ്ണുപിള്ളനെ. അയ്യോ, അത് എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടല്ലോ. ഓയിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന ഒരു അതിക്രമത്തിനും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. മനസ്സിലാക്കും. ഞാൻ ഈ പായസം നിങ്ങൾ തന്നെ അല്ല ഷാഹിന, ഇവിടെ വാ. അയ്യോ മേഡം, ഞാൻ ചെയ്തില്ല. നീ ഒന്നും ചെയ്യാറില്ല, അതുകൊണ്ടാ പറഞ്ഞിട്ട് വന്നേ. അമ്മേ, ഉമ്മേന്ന് വിളിക്കാൻ ഇങ്ങോട്ട് വാ വേണേ. എനിക്ക് കുറച്ച് ഉപദേശിക്കാനുണ്ട്. ഇവിടുത്തെ നല്ല റൂം ഏതാ? ഇവിടെ എല്ലാം നല്ല റൂമാ. ആ റൂം ആരുടെയാ? എന്റെ. ആണോ? വാ.
ഇങ്ങോട്ട് വരാൻ. ഷാഹിന ഇങ്ങോട്ട് കയറി. പറയണത് കേൾക്കുന്നത് അവളാരും എന്നെ ചോദ്യം ചെയ്യാം. എന്റെ തനിക്കോണ അവൾക്ക് അറിയില്ല. എന്താ അവള് വിചാരിച്ചിരിക്കുന്നത്? എന്താണ്ട് എനിക്ക് പറയട്ടെ അവരെന്തേലും പറഞ്ഞു വിചാരിച്ചിട്ട് ചേച്ചി ഇങ്ങനെ ചാടി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ ഒരു രീതിയാണ്. അത് അങ്ങോട്ട് മനസ്സിലാക്കിയ പോരെ. എന്റെ രീതി അവൾക്ക് അറിയില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം അവൾക്ക്. അത് എനിക്കറിയാലോ. എന്തിനാ നീ അത് കാണിക്കാൻ നിൽക്കണേ? നിനക്കറിയാം, പക്ഷെ അത് അവൾക്ക് അറിയില്ലല്ലോ. അവളോട് പറയണം അവളുടെ ഭരണേ ഇവിടെ എടുക്കണ്ട, പാർട്ടി ഓഫീസിൽ എടുത്താൽ മതിയെന്ന്. എന്നെ ഭരിക്കാൻ വന്നിരിക്കണ അവള്. ഓട്ടിപ്പിക്കും ഞാൻ. ചേച്ചി കണ്ട ലോകവും അവര് കണ്ട ലോകവും വ്യത്യാസമുണ്ട്. അതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞാനാണല്ലോ മനസ്സിലാക്കേണ്ടത്. നീ ആദ്യം പോയിട്ടേ അവളെ പഠിപ്പിക്കുക, എന്നല്ല പഠിപ്പിക്കാൻ നിൽക്കേണ്ടത്. അവന്റെ ഒരു പഠിപ്പിക്കല് എനിക്ക് വിറഞ്ഞു കയറി വരിട്ടാ. എന്തിനെങ്ങനെ കിടന്നു തോന്നണേ? കാര്യങ്ങൾ പറഞ്ഞാ പോലെ. അവൾക്ക് എന്റെ നല്ല സ്വഭാവം അവൾക്ക് അറിയില്ലടാ. ഞാൻ പഠിപ്പിച്ചു കൊടുക്കടാ, അതാ നല്ലത്. അതെ, പറയണത് കേക്ക്. ഈ നല്ല സ്വഭാവം നമുക്ക് നമ്മുടെ കുടുംബത്തെടുത്താ പോലെ. എന്തിനാ എല്ലായിടത്തൊന്നും വരണവരെ നെഞ്ചത്തേക്ക് കാരണേ? എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞില്ല അവള്. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ അവരുടെ രീതികളും കാര്യങ്ങളും അതാണ്. അല്ലാണ്ട് ഇപ്പൊ അവരിപ്പോ നമ്മളോടൊരു ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവരെല്ലാവരോടും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എങ്ങനത്തെ ആളാ? ഞാൻ അവരുടെ അടുത്ത് നിൽക്കണം. നോക്കിയേ, അതിപ്പോ പാർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ അവരുടെ അടുത്ത് നിന്ന കാര്യം കഴിഞ്ഞു. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്തുട്ടോ ചെയ്യാ? അവരെങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു. എന്താ മോശം? ഒന്നുമില്ല. അത് ഈ സാറാമ്മയുടെ വർത്താനത്തിൽ 1-2 തമാശ പറഞ്ഞു പറഞ്ഞിട്ട് വെറുതെ കിടന്ന് ചാടുക ചേച്ചി. സാറാമ്മയുടെ തമാശ പറഞ്ഞോ? എന്ത് തമാശയമ്മേ പറഞ്ഞേ? തമാശ പറഞ്ഞു കൊടുക്കടാ അങ്ങോട്ട്. ഇടാ, കുടുംബത്ത് കയറി വന്നിട്ട് ഞാൻ വെച്ചുണ്ടാക്കി സദ്യം തിന്ന് പായസവും കുടിച്ചിട്ട് എന്നെ ആക്ഷേപിക്കുന്നതാണോ നിനക്ക് തമാശയായിട്ട് തോന്നിയത്? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഡൽഹി എവിടെ കിടക്കണേ? ആവോ എനിക്കറിയില്ല. ഡൽഹി എവിടെ കിടക്കണെന്ന് വെച്ചില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അറിയിച്ചാൽ അത് പറഞ്ഞാൽ മതി. അമ്മ എന്തിനിങ്ങനെ ചൂടാവണമ്മേ? അമ്മവാ, ഈ ഡൽഹി കിടക്കണത് ഇന്ത്യന്റെ അങ്ങേതല്ലേ? ഏതാണ്ട്. കേരളം എവിടെ കിടക്കണേ? ആവോ. എന്തപ്പത്? ഈ കേരളം കിടക്കണതേ ഇന്ത്യയുടെ അങ്ങേതല്ലൊരു വാല് പോലെ അല്ലേ? സംഭവം എന്തായാലും ഉണ്ടല്ലോ, ചേച്ചിയൊക്കെ വിവരം തപ്പുണ്ടിക്ക്. ആടാ, എനിക്ക് വിവരമില്ല. ബാക്കി പറയും നീ. എന്നാ അതന്നെ പറയണത്. ഡൽഹിയുടെ അങ്ങേയറ്റത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാറാമ്മയ്ക്കും ഈ കേരളത്തിൽ ജീവിക്കുന്ന ചേച്ചിക്കും പ്രവൃത്തിയിലും ചിന്താഗതിയിലൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അതങ്ങോട്ട് മനസ്സിലാക്കിയാ മതി. അമ്മവാ, അമ്മയും സാറാമ്മയുടെ കൂടി കുറത്തോ? ചെറുതായിട്ട്. അമ്മയുടെ എനിക്കൊരു കാര്യം പറയാണ്ട്. ഈ സാറാമ്മേടം പറയുന്ന ഒരു കാര്യം അമ്മ കാര്യമാക്കണ്ട അല്ലേ? അതന്നെ പിന്നെ ഞാൻ പറഞ്ഞു. പിന്നെ അമ്മാവൻ സാറാമ്മേടത്തോട് കാര്യം പറയണം. ഈ അമ്മ പറയുന്ന ഒരു കാര്യം കാര്യമാക്കണ്ടെന്ന് പറയണം. ഞാനോ? എന്താ പറ്റില്ലേ? വായ പോയ കോടല്ലെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ അവർക്ക് എപ്പോഴും മനസ്സിലായിട്ടേ. അതെ, ഞാനായിട്ട് അങ്ങോട്ട് വഴക്കിന് പോണില്ല. പക്ഷെ എന്നോട് എന്തെങ്കിലും പറഞ്ഞ എന്റെ വായിന്ന് നല്ലത് കേൾക്കും. അവരെന്തിനു പറയണ? അവർ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവില്ലേ? എന്നാ എത്ര പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചോണ്ടോ? ഏറി വന്ന 1/2 മണിക്കൂർ, അത്രേ ഉള്ളൂ. 1/2 മണിക്കൂറാ? 1/2 മണിക്കൂറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 30 മിനിറ്റ്, 1800 സെക്കൻഡ്. ഇതാ അങ്ങനെ അങ്ങോട്ട് പോകും. പോയാ മതി. ഞാൻ ചെല്ലട്ടെ കേട്ടോ. പറയും അമ്മ ഒന്നും കൂടി മയത്തിലൊക്കെ വർത്താനം പറയാമേ. അതേടാ, എനിക്കാണല്ലോ മയല്ല. ഇത് തന്നെയാണ് അമ്മയുടെ കുഴപ്പം. ഒരാൾക്ക് അടുക്കാൻ പറ്റില്ല അമ്മയുടെ. മാഡം എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറേ നേരമായി നിൽക്കുന്നു. അല്ല, ആലോചിക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. പാത്രങ്ങളെല്ലാം അവിടെ അടുക്കള കൂട്ടിയിട്ടേക്കുക. അമ്മ ഉണ്ടാലേ ചീത്ത പറയും. പാത്രം കഴുകാൻ പോകുന്നു. അല്ല അമ്മ. അതെന്താ അമ്മ കഴിയാൻ ശരിയാവത്തില്ല പാത്രം ഒന്നും? ശരിയാവും. പിന്നെ പക്ഷെ അമ്മയല്ല ചെയ്യാറ്, ഞാനാ. അത് തന്നെയാ കുഴപ്പം. ഇവിടെ അയ്യോ മാഡം, അങ്ങനെ പറയല്ലേ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. അതൊക്കെ അവര് കഴിയിക്കോളൂ. മാഡം മെല്ലെ പറ. മാഡം മുമ്പേ പറഞ്ഞ പോലെ അമ്മയോട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. അതിന്റെ കുറവ് അവർക്കുണ്ട്. കുഴപ്പമില്ല, അത് ശരിയാക്കാം. താനിപ്പോ തൽക്കാലം ഇങ്ങോട്ടിരുന്നേ. ഇവിടെ ഇരിക്കും. വച്ചേ
എന്താ? തന്നോടേ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ. അയ്യോ ചോദിക്കല്ലേ, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല, ഞാൻ +2 ഫെയിലാ. ഓ ജനറൽ നോളജ് ഒന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. പിന്നെ അവിടെ ഇരിക്കെ ചോദിക്കാൻ ഞാൻ. ഷൈന, എന്തോ? നീ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ, ഒരുപാട് അവഗണിക്കപ്പെടുന്നുണ്ടല്ലേ? മാഡത്തിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതായതേ ഈ വീടിനുള്ളിൽ നീ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടോ, അല്ലെ മറ്റുള്ളവർ നിന്നെ അവഗണിക്കുന്നുണ്ടോ, മാറ്റി നിർത്തുന്നുണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അവഗണിക്കപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചാ അതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞൂടാ. യോ കഷ്ടം തന്നെ. അവനവന്റെ അവസ്ഥയെക്കുറിച്ച് പോലും ഈ കൊച്ചിനൊരു ബോധമില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഈ 4 ചുവരുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്, വിശാലമായ ലോകമുണ്ട്. അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? മാഡം, സ്വാതന്ത്ര്യത്തെ പറ്റി എനിക്ക് ബോധമില്ല എന്ന് മാത്രം പറയരുത്. എനിക്ക് വേണ്ട സ്വാതന്ത്ര്യമൊക്കെ എല്ലാവരും എനിക്ക് തരാറുണ്ട്. തരാറുണ്ടോ? ഒന്ന് കേക്കട്ടെ. എങ്ങനെ? പണ്ട് എന്റെ വാപ്പ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇതാ ഇപ്പൊ എന്റെ അമ്പിളിക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇപ്പൊ എന്റെ അമ്പിളിക്ക് ഗൾഫിൽ പോയില്ലേ, എന്നിട്ട് ഞാനല്ലേ കേബിൾ ഓഫീസ് നോക്കി നടത്തുന്നേ. അതേപോലെ ഞാൻ അമ്പിളിക്കെ വിളിച്ചിട്ട് പലചരക്ക് കടയിലും ഷോപ്പിംഗ് മോളിലും ബ്യൂട്ടി പാർലറിലും തയ്യക്കടയിലൊക്കെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നോ പറയാറില്ല. പിന്നെ അമ്മ ഞാൻ അയൽവക്കത്തെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നോ പറയാറില്ല. അപ്പൊ ഇതൊക്കെ അറിയുന്ന എനിക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി അറിവില്ല എന്ന് മാത്രം പറയരുത്. പിന്നെ വേറൊരു കാര്യം, 6 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ കയറണം, അത്രേ ഉള്ളൂ അല്ലേ? എന്റെ പൊന്നു കുഞ്ഞേ, ഈ സ്വാതന്ത്ര്യം ആരുടെ ഔദാര്യമല്ല, ആരും തന്നിട്ട് കിട്ടേണ്ടതല്ല സ്വാതന്ത്ര്യം. അയ്യോ, അപ്പൊ ആരും തരണ്ടല്ലേ? അല്ല. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാര് സ്വാതന്ത്ര്യം തന്നപ്പല്ലേ നമുക്ക് കിട്ടിയത്? അതല്ലേ ഇൻഡിപെൻഡൻസ് ഡേ? ഒരൊറ്റ അടിയും കൂടെ വെച്ച് തന്നോണ്ടല്ലോ. എന്തിനാ? ബോധമില്ല, വിവരവും ഇല്ല. എന്റെ കൊച്ച്, ഇന്ത്യക്കാരായ നമ്മള് സമരം ചെയ്തിട്ടും ജയിലിൽ കിടന്നിട്ടും ഒക്കെയാണ് ആ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത്, അല്ലാതെ അവരിട്ടേച്ച് പോയതൊന്നും അല്ല. ഓ, അപ്പൊ ഞാൻ സമരം ചെയ്ത് ജയിലിൽ കിടന്നു സ്വാതന്ത്ര്യം മേടിക്കണോ? ഇതിനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ ദൈവമേ?